നമസ്കാരം. കേരള സർക്കാരിന്റെ സാമ്പത്തിക ദുരിതത്തെക്കുറിച്ച്, സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് നിരവധി തവണ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എനിക്ക്, ഈ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഇനിയും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പറയാതിരിക്കാനും കഴിയുന്നില്ല. അത്രമാത്രം ഗതികെട്ട ഒരു സർക്കാരായി, സാമ്പത്തികമായിട്ട് യാതൊരു അച്ചടക്കവും പാലിക്കാത്ത, സാമ്പത്തിക മര്യാദ കാണിക്കാത്ത, അങ്ങനെ പറയുന്നതാണ് ശരി, സാമ്പത്തിക മര്യാദ കാണിക്കാത്ത ഒരു സർക്കാരായിരുന്നു ഒരുപക്ഷെ നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചവരാണ് പിണറായി സർക്കാർ, അല്ലെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM-ന്റെ നേതാവ് എന്ന തരത്തിൽ, CPM-ന്റെ നേതാവ് എന്ന തരത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ നാളെ ചരിത്രം രേഖപ്പെടുത്തും. അത്രമാത്രം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഖജനാവിലെ പണം വാരിക്കോരി ചെലവാക്കിയ സർക്കാരാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ലോകസഭ, ലോക മലയാളി സഭ എന്തോ പറഞ്ഞ് വീണ്ടും 2 കോടി അനുവദിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തു മര്യാദയാണ് ഇവർ കാണിക്കുന്നതെന്ന്, അതാണ് ഞാൻ പറഞ്ഞത് മര്യാദയില്ലാത്ത പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പ്രത്യേകിച്ച് CPM-ന്റെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ നോക്കിയോ, മെയ് 31 വിരമിക്കുന്നത് 16,000 ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ ഈ മെയ് മാസം 31 16,000 ഉദ്യോഗസ്ഥന്മാർ വിരമിക്കുന്നു. അവർക്ക് ആനുകൂല്യം നൽകാനാകാതെ സർക്കാർ വിഷമിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കടുത്ത ധനപ്രതിസന്ധി കൂടുതലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 900 കോടിയോളം രൂപ വേണം ഈ വിരമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു വിടണമെങ്കിൽ. നയാ പൈസ ഈ സർക്കാരിന്റെ കയ്യിലില്ല. ഇതോടെ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് ധനകാര്യ വകുപ്പ്. നോക്കണേ, ഇങ്ങനെ കടമെടുക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സർക്കാർ. കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനകാര്യ വകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് കൃത്യമായും അങ്ങനെ കത്തയച്ചു കഴിഞ്ഞു. ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപയാണ് കടമെടുക്കാനാണ് കേരളത്തിന് അർഹതയുള്ളത്. 37,512 കോടി രൂപ കടമെടുക്കാം. എന്നാൽ മുൻകൂറായി 3,000 കോടി കടമെടുത്താണ് തെരഞ്ഞെടുപ്പിന് മുൻപേ പെൻഷന് കുടിശ്ശികയും നൽകിയതെന്ന് ഓർമ്മ വേണം. മുൻകൂറായിട്ട് തന്നെ 3,000 കോടി കടമെടുത്തിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് സംബന്ധിച്ച് ആദ്യ 9 മാസത്തെ കടമെടുപ്പ് തുകയുടെ പരിധി മാനദണ്ഡങ്ങൾ തയ്യാറായിട്ടില്ല. കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. കേരളത്തിനെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ലെന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ഇപ്പോൾ അത് എത്രയും വേഗം കോടതി ഈ കേസ് പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളം വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. കപിൽ സിബൽ വീണ്ടും കേരള സർക്കാരിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചു എന്ന വാർത്തയും നമ്മൾ 2 ദിവസം മുമ്പ് വായിച്ചതാണ്. ഏപ്രിൽ മാസം മുതൽ മാസം തോറും പെൻഷൻ നൽകുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല, അത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ മന്ത്രി ബാലഗോപാൽ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പിന് നമ്മളെ ഈ വരുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2024 ഏപ്രിൽ 1 മുതലുള്ള സാമ്പത്തിക വർഷത്തിൽ എല്ലാ മാസവും കൃത്യമായി ഈ ക്ഷേമ പെൻഷൻ നൽകും. ചില കുടിശ്ശികൾ നിലവിലുണ്ട്, നമുക്കറിയാം. ആ കുടിശ്ശികൾ കൊടുത്തു തീർക്കുകയും ചെയ്യും. അങ്ങനെ കുടിശ്ശിക നിൽക്കുമ്പോൾ തന്നെ 1-2 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നാൽ പോലും ഇനി ഈ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും കൊടുക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിൽ പ്രസംഗിച്ചത്. നമുക്ക് ഓർമ്മയുള്ളതാണ്. എന്നാൽ ഇപ്പോഴും 6 മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട്. അതുപോലും നൽകാനായിട്ടില്ല. ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ കൊടുക്കുന്നുമില്ല. 1 മാസത്തെ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് 900 കോടി രൂപ വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. ഇതിനെല്ലാം കടമെടുക്കുകയേ നിവർത്തിയുള്ളൂ, അല്ലാതെ കയ്യിൽ കാശില്ല.
നമ്മൾ കടക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ദുബായിലെ പരിപാടികൾ ഒഴിവാക്കി മുഖ്യമന്ത്രി ഇപ്പോ നാട്ടിലെ തിരിച്ചെത്തി, എല്ലാം നേരത്തെ എത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ, അതായത് ശനിയാഴ്ച പുലർച്ചെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ തിരുവനന്തപുരത്ത് മണ്ണിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോളും വരുന്നുണ്ട്. ഒരുപക്ഷെ ഗുരുതരമായ മഴയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പോട്ടെ, എന്നാലും സാധാരണഗതിയിൽ ഈ മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ DGP ഉൾപ്പെടെയുള്ളവരെത്തി സ്വീകരിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇത്തവണ വളരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി തീരുമാനങ്ങൾ മാറ്റി എടുത്തതിനാൽ ഈ DGP അങ്ങനെ ആരും തന്നെ അത് സ്വീകരിക്കാൻ എത്തിയതുമില്ല. മുഖ്യമന്ത്രിക്കൊപ്പം വിദേശത്ത് പോയ മന്ത്രി മുഹമ്മദ് റിയാസ് മടങ്ങിയെത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ദിവസം കൂടെ കഴിഞ്ഞ് മാത്രമേ എത്തുള്ളൂ എന്നാണ്. കാരണം 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് നേരത്തെ പോവുകയും 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്ന അവസ്ഥയാണ് കാണുന്നത്. എന്തിനാണ് അവർ പോയതെന്ന് കേരളത്തിലെ ജനങ്ങളോട് ഇവർ പറയുന്നുമില്ല. പറയാനുള്ള മര്യാദയും ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രി റിയാസും കാണിക്കുന്നില്ല. അത്ര തന്നെ.